أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وإذا أنعمنا على الإنسان أعرض ونأى بجانبه وإذا مسه الشر كان يئوسا قل كل يعمل على شاكلته فربكم أعلم بمن هو أهدى سبيلا. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പദം 908 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. സൂറത്ത് ഇസ്രായിലെ 83-84 ആയത്തുകളാണ് ഇന്ന് പഠന വിധേയമാക്കുന്നത്. ക്ലാസ് ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ AI വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഇദാ അൻഅംനാ അലൽ ഇൻസാനി അറദ വനഅ ബിജാനിബിഹി വഇദാ മസ്സഹു അശ്ശർറു കാന യഊസാ ഖുൽ കുല്ലൻ യഅമലു അലാ ശാകിലതിഹി فربكم أعلم بمن هو أهدى سبيلا. صدق الله العليم. സൂറത്തുൽ ഇസ്രായിലെ 83-84 ആയത്തുകളാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു ഒരു പ്രഖ്യാപനം നടത്താൻ വേണ്ടി ആവശ്യപ്പെട്ടതാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ വായിച്ച ആയത്തിൽ കാണുകയുണ്ടായത് ജാഅൽ ഹഖു വസഹഖൽ ബാത്തിലു ഇന്നൽ ബാത്തില കാന സഹൂഖ. സത്യം സമാഗതമായിരിക്കുന്നു, അസത്യം അഥവാ മിഥ്യ തകർന്നടിഞ്ഞിരിക്കുന്നു, മിഥ്യ തകരുവാനുള്ളതാണ്. ഇക്കാര്യമാണ് അവിടെ പ്രഖ്യാപിക്കാൻ വേണ്ടി അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആവശ്യപ്പെടുകയുണ്ടായത്. ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ ഞാൻ ഇന്നലെ നിങ്ങളുമായി പങ്കുവെക്കുകയുണ്ടായി. തുടർന്ന് അള്ളാഹു നമ്മളെ കേൾപ്പിച്ച ഒരു കാര്യം, വിശുദ്ധ ഖുർആനിൽ മനുഷ്യന് ആശ്വാസം പകരുന്ന, സത്യവിശ്വാസികൾക്ക് സാന്ത്വനവും ശമനവും കാരുണ്യവും ഒക്കെയായി വർത്തിക്കുന്ന ചിലത് നാം അവതരിപ്പിക്കുന്നു എന്നാണ്. വിശുദ്ധ ഖുർആനിലെ ഓരോ ആയത്തുകളും ആ വിധത്തില് സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം, അള്ളാഹുവിനെ മുൻനിർത്തിക്കൊണ്ട് നിലകൊള്ളുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അത് ശിഫാഉം റഹ്മത്തും അടങ്ങിയതാണ് എന്നത് നമ്മൾ കാണുകയുണ്ടായി. തുടർന്ന് അള്ളാഹു പറഞ്ഞത് വലാ യസീദുൽ ളാലിമീന ഇല്ലാ ഖസാറ. അക്രമകാരികൾക്ക്, അല്ലെങ്കിൽ അള്ളാഹുവിനോടും സ്വന്തത്തോട് തന്നെയും അക്രമം കാണിക്കുന്ന ആളുകൾ, ബഹുദൈവത്വത്തിന്റെ ആളുകൾ, അവർക്കത് നഷ്ടമല്ലാതെ വർദ്ധിപ്പിക്കുകയില്ല എന്നും ചൂണ്ടിക്കാണിക്കപ്പെടുകയുണ്ടായി. അതിനെ തുടർന്നാണ് നമ്മൾ ഇന്ന് വായിച്ച ഈ ഭാഗം വരുന്നത്. നേരിട്ട് തൊട്ടു മുമ്പുള്ള പ്രതിപാദ്യ വിഷയങ്ങളോട് ബന്ധപ്പെട്ടതാണെന്ന് തോന്നാനിടയില്ലെങ്കിലും മനുഷ്യന്റെ പൊതു സ്വഭാവത്തെ പരാമർശിച്ചുകൊണ്ടുള്ള ചില കാര്യങ്ങളാണ് അള്ളാഹു ഈ ആയത്തുകളിൽ പങ്കുവെക്കുന്നത്. വൈദാ അൻഅംന അലൽ ഇൻസാൻ, മനുഷ്യന്റെ പ്രകൃതം ഇങ്ങനെയാണ്. അവന് നാം അനുഗ്രഹം ചൊരിഞ്ഞു കൊടുക്കുകയാണെങ്കിൽ, അവന് നിഅമത്ത് നൽകുകയാണെങ്കിൽ മനുഷ്യന്റെ അവസ്ഥ ഇങ്ങനെയാണ്. അറള വനആ ബിജാനിബി, അവൻ തിരിഞ്ഞു കളയുന്നു, അവന്റെ പാർശ്വത്തേക്കായിട്ട് നീങ്ങി അകന്ന് പൊയ്ക്കളയുകയും ചെയ്യുന്നു. വനആ ബിജാനിബി, തന്റെ വശത്തേക്ക്
അവന്റെ ഒരു ഭാഗത്തേക്ക് അകന്നു പോയി കളയുകയും ചെയ്യുന്നു. അള്ളാഹുവിന്റെ അനുഗ്രഹം അള്ളാഹു മനുഷ്യന് നൽകുമ്പോൾ അത് ഉൾക്കൊള്ളുകയും അതിൽ കൃതജ്ഞത ഉള്ളവരായി മാറുകയും ചെയ്യുന്നതിന് പകരം മനുഷ്യൻ അതിനെ വിലമതിക്കാൻ കൂട്ടാക്കാതെ അഹന്തയോടുകൂടി പെരുമാറുന്നു എന്ന കാര്യമാണ് അള്ളാഹു ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. വിശുദ്ധ ഖുർആന്റെ അവതരണം മനുഷ്യരാശിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും പ്രാധാന്യമുള്ള, മനുഷ്യ സമൂഹത്തിന് ഏറ്റവുമേറെ സ്വന്തത്തെക്കുറിച്ചും സ്വന്തം ജീവിത പരിസരത്തെയും ചുറ്റുപാടുകളെയും കുറിച്ചും സ്വന്തം സ്വത്വത്തെക്കുറിച്ചും ഒക്കെ തികഞ്ഞ അവബോധമുണ്ടാക്കുന്ന ഏറ്റവും ഗംഭീരമായ ഒരു അനുഗ്രഹമാണ്. മനുഷ്യ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഇത്രയേറെ മനുഷ്യന് കാര്യങ്ങളിൽ വ്യക്തത നൽകുകയുണ്ടായ, തെളിമയോടുകൂടി കാര്യങ്ങളെ ഉൾക്കൊള്ളാൻ സാധിക്കുന്ന വിധത്തിലുള്ള ഇത്ര പ്രൊഫൗണ്ടായ ഒരു അനുഭവം വേറെ കാണാൻ സാധ്യമല്ല. ഖുർആന്റെ അവതരണം അത്രയും വലിയ ഒരു ചലനം മനുഷ്യ മനസ്സുകളിൽ സൃഷ്ടിച്ചിട്ടുണ്ട് എന്നത് ചരിത്രം നമുക്ക് വെളിപ്പെടുത്തി തരുന്ന ഒരു കാര്യമാണ്. എന്നാൽ അള്ളാഹുവിന്റെ അനുഗ്രഹം ഈ വിധത്തിൽ കോരിച്ചൊരിഞ്ഞു കൊടുക്കപ്പെട്ടാൽ പോലും മനുഷ്യന്റെ ഒരു പ്രകൃതം എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. തിരിച്ചറിവില്ലാത്ത, കാര്യങ്ങൾ ഉൾക്കൊള്ളാൻ കൂട്ടാക്കാത്ത മനുഷ്യപ്രകൃതത്തെയാണ് അള്ളാഹു ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. അറള വന ആബിജാനിബി, അഹങ്കാരത്തോടുകൂടി അവൻ തിരിഞ്ഞു കളയുകയാണ് ചെയ്യുക. ഇതിന്റെ ഭാഷാപരമായ അർത്ഥം അറള എന്ന് പറഞ്ഞാൽ മുഖം തിരിച്ചു കളയുക, വന ആബിജാനിബിഹി എന്ന് പറഞ്ഞാൽ അവന്റെ വശത്തേക്കായിട്ട് നീങ്ങി അകന്നു പോവുക എന്നതാണ്. അതൊരു ഫിസിക്കൽ ജെസ്ചറാണ്, ഒരു ശരീരഭാഷയാണ്. അള്ളാഹു പകർന്നു നൽകുന്ന അനുഗ്രഹത്തിനോടുള്ള ഒരു നീരസവും അതൃപ്തിയും അതില് അള്ളാഹുവിനോടുള്ള കൃതജ്ഞത അനുഭവപ്പെടാതിരിക്കലും ഒക്കെയാണ് അവിടെ പ്രകടിപ്പിക്കപ്പെടുന്നത്. അതുകൊണ്ടായിരിക്കണം ചില ട്രാൻസ്ലേറ്റേഴ്സ് ഇതിനെ അഹങ്കാരത്തോടു കൂടി തിരിഞ്ഞു കളയുന്നു എന്ന് വിവർത്തനം ചെയ്ത് കാണുന്നത്. വൈദ മസഹു ഷെറു, എന്നാൽ ഒരു ദ്രോഹം, എന്തെങ്കിലും വിപത്ത്, എന്തെങ്കിലും ഒരു ദുരിതം അവനെ പിടികൂടുകയാണെങ്കിലോ, ഒരു ഷെറാണ് അവനെ സ്പർശിക്കുന്നതെങ്കിൽ കാനയ ഊസ, അവൻ അങ്ങേയറ്റത്തെ നിരാശയിൽ അണ്ടുപോവുകയും ചെയ്യും. അങ്ങേയറ്റത്തെ ഡെസ്പറേറ്റ് ആയിട്ട് മാറുന്ന ഒരു കാഴ്ച. മനുഷ്യന്റെ പൊസിഷൻ എന്ന് പറയുന്ന അത്രയും ഡെലിക്കേറ്റ് ആണ് എന്നതാണ് ഇത് വെളിപ്പെടുത്തുന്നത്. ഒരല്പം മനുഷ്യന് സ്വന്തം കാലിൽ നിൽക്കാൻ പറ്റുന്ന സ്വാശ്രയത്വമുണ്ട് എന്ന ഒരവസ്ഥയൊക്കെ ഉണ്ടെങ്കിൽ അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളോട് അവൻ ഒരു വിരക്തിയോ അല്ലെങ്കിൽ അതില് മതിപ്പില്ലായ്കയോ കാണിച്ചുകൊണ്ട് അഹങ്കാരത്തോടു കൂടി തിരിഞ്ഞു പോയി കളയുന്നു. എന്നാൽ ഏതെങ്കിലും വിധത്തിലുള്ള ഒരു ഷെറ് അവനെ ബാധിക്കുകയാണെങ്കിലോ അവൻ അങ്ങേയറ്റത്തെ നിരാശ ബാധിച്ചവനായിട്ട് മാറുകയും ചെയ്യുന്നു. വൈദ മസ്സഹു ഷെറു കാനയ ഊസ, ഒരു ഷെറ്, ഒരു വിപത്ത് അല്ലെങ്കിൽ ഒരു ദുരിതം, ഒരു ദുരനുഭവം അവന് ഏറ്റുവാങ്ങേണ്ടി വന്നുവെങ്കിൽ കാനയ ഊസ, അവൻ അങ്ങേയറ്റത്തെ നിരാശയും വ്യസനവും ഒക്കെ ഉള്ളവനായി, പ്രതീക്ഷ അറ്റവനായി മാറുകയാണ് ചെയ്യുന്നത്. ഇത് മനുഷ്യന്റെ ഒരു പ്രകൃതമാണ്. യഥാർത്ഥത്തിൽ അള്ളാഹുവിനെ തിരിച്ചറിഞ്ഞുകൊണ്ട് അവനെ ഉൾക്കൊണ്ടുകൊണ്ട് അവനിൽ സർവസ്വവും അർപ്പിച്ചുകൊണ്ടുള്ള ഒരു നിലപാട് രൂപപ്പെടാത്ത അവസ്ഥയിൽ മനുഷ്യൻ കാണിക്കുന്ന ഒരു നിലപാടാണ് ഇവിടെ വ്യക്തമാക്കപ്പെടുന്നത്. അനുഗ്രഹങ്ങളോട് അവന്
അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളെ തിരിച്ചറിഞ്ഞുകൊണ്ട് അതിനോട് ശരിയായ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് തോന്നുന്ന, ഒരു കൃതജ്ഞത അനുഭവപ്പെടുന്ന ഒരു മനസ്ഥിതി കാണിക്കാതെ അഹന്തയോടുകൂടി എനിക്കിതിന്റെ ഒന്നും ആവശ്യമില്ല, ഞാനിതിനെയൊന്നും ആശ്രയിക്കുന്നവനല്ല എന്ന വിധത്തില് സ്വയം അതിൽ നിന്ന് അകന്നു നിൽക്കുകയും തിരിഞ്ഞു പൊയ്ക്കളയുകയും ചെയ്യുന്ന ഒരു നിലപാട് കാണിക്കുന്ന അതേ മനുഷ്യൻ ഒരു ദുരിതം പിടികൂടി കഴിഞ്ഞാൽ അവന് ഈ നേരത്തെ കാണിച്ച നിഗളിപ്പോ സ്വാശ്രയത്വ ബോധമോ തനിക്ക് ഇതിന്റെ ഒന്നും അങ്ങനെയുള്ള സഹായങ്ങളോ പരസഹായമൊന്നും ആവശ്യമില്ല എന്ന നിലപാടൊന്നും പിന്നെ കാണൂല. അവൻ അങ്ങേയറ്റത്തെ നിരാശയില് പതിച്ചവനായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. മനുഷ്യന്റെ ഒരു വെളിച്ചം ഉൾക്കൊള്ളായിക കാരണമായിട്ട് അവനിൽ നിന്നുണ്ടാകുന്ന ഒരു പ്രതികരണമാണ് അള്ളാഹു ഇവിടെ വരച്ച് കാണിക്കുന്നത്. യഥാർത്ഥത്തിൽ മനുഷ്യൻ ആരാണ്? തന്റെ ഭൂമുഖത്തെ പൊസിഷൻ എന്താണ്? തനിക്ക് നിർവഹിക്കാനുള്ള ദൗത്യം എന്താണ്? ആരാണ് തന്നെ ഭൂമിയിലേക്ക് നിയോഗിച്ചയച്ചിട്ടുള്ളത്? ഇനി മനുഷ്യന് നിശ്ചയിക്കപ്പെട്ട ഭൂമുഖത്തെ കാലം പിന്നിടുന്നതിനെ തുടർന്ന് ഏത് അവസ്ഥയിലേക്ക്, എന്തൊക്കെ സാഹചര്യങ്ങളാണ് താൻ നേരിടാൻ പോകുന്നത് എന്നതിനെ കുറിച്ചൊന്നും യാതൊരു ധാരണയും ഇല്ലാത്ത ഒരു മനുഷ്യനായിരിക്കും ഈ വിധത്തില് അള്ളാഹുവിനോട് അല്ലെങ്കിൽ അവന്റെ അനുഗ്രഹങ്ങളോട് പ്രതികരിക്കാൻ മുതിരുക. അത്തരം പ്രതികരണമുള്ള ആളുകള് ന്യായമായിട്ടും ഈ രണ്ട് എക്സ്ട്രീംസിലേക്കും പോകുന്നത് കാണാൻ കഴിയും. അനുഗ്രഹങ്ങളെ വിലമതിക്കുകയോ അതിന് കൃതജ്ഞതയും കടപ്പാടും കാണിക്കുകയോ ചെയ്യുന്നതിന് പകരം അവന് അഹന്തയും താൻപോരിമയും കാണിച്ചുകൊണ്ട് തിരിഞ്ഞു പോയി കളയുന്ന ഒരു നിലപാടാണ് ഉണ്ടാവുക. എന്നാൽ ഒരു തിരിച്ചടി ഉണ്ടായാൽ, ഒരു വലിയ പ്രയാസം നേരിടേണ്ടി വന്നാൽ, ഒരു ദുരിതമോ അല്ലെങ്കിൽ വിപത്തോ ഒക്കെ ഏറ്റുവാങ്ങേണ്ടി വന്നാലോ ആ ഘട്ടത്തില് അവൻ അങ്ങേയറ്റത്തെ നിരാശ ബാധിച്ചവനായി മാറുകയും ചെയ്യുന്നു. ഈ നിരാശ ബാധിച്ചു എന്ന് പറയുന്ന ഒരു അവസ്ഥയെ യഥാർത്ഥത്തിൽ പൈശാചികമാണ്. ഇബ്ലീസ് എന്നുള്ള വാക്കിന്റെ അർത്ഥമാണ് യഥാർത്ഥത്തിൽ അത്. നിരാശ ബാധിച്ചവൻ, ആശയറ്റവൻ എന്നൊക്കെയാണ് ആ വാക്ക് സൂചിപ്പിക്കുന്നത്. അള്ളാഹുവിൽ വിശ്വാസമുള്ള ഒരാൾക്കും അങ്ങനെ ആശയറ്റവനായി മാറാൻ സാധിക്കില്ല. ഏത് പ്രാതികൂല്യം ഉണ്ടായാലും, എന്ത് തിരിച്ചടി ഉണ്ടായാലും, എന്ത് വിപത്ത് ഏറ്റുവാങ്ങേണ്ടി വന്നാലും അവരുടെ മുഖത്ത് അള്ളാഹുവിലുള്ള പ്രതീക്ഷ കാരണമായുള്ള ഒരു പുഞ്ചിരി അവശേഷിക്കും. നമ്മൾ ഗസയിൽ കണ്ടുകൊണ്ടിരിക്കുന്ന പല ചിത്രങ്ങളും ഇങ്ങനെയുള്ളതാണ്. അള്ളാഹുവിലുള്ള വിശ്വാസത്തിന്റെ ഒരു പ്രകടനമാണ് ജീവിതത്തിലെ സകല പ്രതീക്ഷകളും തകർന്നടിയുമ്പോഴും അവരുടെ മുഖത്ത് അവശേഷിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നു. താലോലിച്ചു വളർത്തിയ മക്കളുടെ ജഡം കയ്യിലേന്തി അങ്ങനെ പോകേണ്ടി വരുമ്പോ പോലും അവര് കാണിക്കുന്ന സമചിത്തതയും അവരുടെ മുഖത്ത് തെളിയുന്ന അള്ളാഹുവിലുള്ള വിശ്വാസത്തിന്റെ ഒരു പ്രകടനമായിട്ട് മുഖത്ത് തെളിയുന്ന ആ ഒരു മന്ദസ്മിതം, ഇതുമൊക്കെ തന്നെ വെളിപ്പെടുത്തുന്ന ഒരു കാര്യം അവരെ എന്തെങ്കിലും വിപത്തോ എന്തെങ്കിലും വിധത്തിലുള്ള തിരിച്ചടിയോ പ്രഹരമോ ഒക്കെ ഏൽക്കേണ്ടി വന്നാൽ പോലും അത് അവരെ വലിയ നിരാശയിലേക്ക് കൊണ്ടുചെന്ന് എത്തിക്കുന്നില്ല എന്നതാണ്. അപ്പൊ നിരാശ ബാധിക്കുക എന്നത് കുഫറിന്റെ ലക്ഷണമാണ്. അത് പൈശാചികമായ ഒരു നിലപാടും ഒരു പ്രത്യേകതയും ഒക്കെയാണ്. അല്ലാഹുവിൽ വിശ്വാസമുള്ളവരെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയുള്ള ആശയറ്റുപോകുന്ന, പ്രതീക്ഷ അറ്റുപോകുന്ന ഒരു മനോഘടനയിലേക്ക് കാര്യങ്ങൾ പോവുകയില്ല. കാരണം അവനെ സംബന്ധിച്ചിടത്തോളം ഭൂമുഖത്ത് അവന് അള്ളാഹു നിശ്ചയിച്ച ഒരു കാലം, അവന് തൃപ്തിപ്പെട്ട ഒരു ജീവിത രീതിയിലൂടെ മുന്നോട്ട് പോവുക, അവന്റെ വിളി എത്തുമ്പോ സന്തോഷപൂർവം തിരിച്ചു പോവുക എന്നതല്ലാത്ത ലക്ഷ്യങ്ങളൊന്നുമില്ല.
അള്ളാഹുല് വിശ്വാസം അർപ്പിച്ച ആളുകളെ സംബന്ധിച്ചിടത്തോളം ഉള്ള നിലപാട് അതാണ്. അവർക്ക് അനന്തമായ കാലം ഈ ഭൂമുഖത്ത് സുഖ സൗകര്യങ്ങളോടുകൂടി ജീവിച്ചു കളയാമെന്ന വ്യാമോഹമൊന്നുമില്ല. അള്ളാഹുവിന്റെ റിള നേടിക്കൊണ്ട് മരണം വരെ നന്മയിൽ ഉറച്ചു നിന്ന് സത്യത്തിനു വേണ്ടി നിലക്കൊണ്ട് ജീവിക്കുക എന്നതാണ് ഓരോ സത്യവിശ്വാസിയും ലക്ഷ്യമിടുന്ന കാര്യം. അള്ളാഹു ഒരാൾക്ക് നിശ്ചയിച്ച സമയം പെട്ടെന്ന് അവസാനിപ്പിച്ചു കളഞ്ഞു എന്നതുകൊണ്ട് അവരെ നിരാശ പിടികൂടില്ല. ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ സാമ്പത്തികമോ ഭൗതികമോ ഒക്കെ ആയിട്ടുള്ള പ്രയത്നങ്ങൾക്ക് തിരിച്ചടി ഉണ്ടായി, അതിൽ തകർച്ച സംഭവിച്ചു എന്ന് വരുന്നുവെങ്കിൽ അതിന്റെ പേരിലും അവന് അനിയന്ത്രിതമായ വിധത്തിലുള്ള നിരാശയുടെ ആളായി മാറില്ല. കാരണം അവന് ദൃഢമായ ബോധ്യമുണ്ട് അവന്റെ റിസ്ക് അള്ളാഹ് നിശ്ചയിച്ചതാണെന്നുള്ളത്. അള്ളാഹ് നിശ്ചയിച്ചതിലേറെയായി അതൊന്നും അവന്റെ കയ്യിൽ എത്തൂല. അള്ളാഹ് നിശ്ചയിച്ച അളവില് അതൊട്ടും കുറയുകയുമില്ല. അള്ളാഹു അവന് നൽകാൻ തീരുമാനിച്ചതിനെ തടയാൻ കഴിയുന്ന ഒരാളുമില്ല. അള്ളാഹു തടഞ്ഞു വെച്ചതിനെ നൽകാൻ കഴിയുന്ന ഒരാളുമില്ല എന്ന് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ഓരോ സത്യവിശ്വാസി. ഇതാണ് ചിത്രം. അപ്പോ ഇവിടെ കുഫറിന്റെ മനസ്ഥിതിയാണ് എന്ന് പറഞ്ഞ സാധാരണ മനുഷ്യൻ അള്ളാഹുവിനെ ഉൾക്കൊണ്ടുകൊണ്ട് അള്ളാഹുവിന്റെ ദൂതന്റെ ഈ പ്രബോധനത്തിന് ചെവിക്കൊണ്ടുകൊണ്ട് സത്യമാർഗത്തിലേക്ക് കടന്നു വന്നിട്ടില്ലാത്ത തരം ആളുകളുടെ ഒരു മനോഘടനയാണ് അള്ളാഹു ഇവിടെ വരച്ചു കാണിക്കുന്നത്. എന്നിട്ട് ഇതാണ് മനുഷ്യന്റെ അവസ്ഥ എന്ന് പറഞ്ഞതിന് ശേഷം അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരു നിർദ്ദേശം നൽകുകയാണ്. പ്രവാചകരെ, ഇങ്ങനെ പ്രഖ്യാപിക്കുക, ഇങ്ങനെ പറഞ്ഞോളൂ, അവരോട് തെളിമയോടുകൂടി വ്യക്തതയോടുകൂടി ഇങ്ങനെ പറയുക. കുല്ലു യഅമലു അലാ ശാക്കിലത്തി, എല്ലാവരും ഓരോരുത്തരും അവരവരുടെ നിലപാടനുസരിച്ചാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഓരോരുത്തരും ചില ജീവിത നിലപാടുകളിൽ എത്തിച്ചേർന്നിട്ടുണ്ടല്ലോ. അവര് ആ കൺവിക്ഷൻ അനുസരിച്ചാണ് പ്രവർത്തിക്കുന്നത്. സത്യവിശ്വാസി അവന്റെ പ്രവർത്തനങ്ങളെ ക്രമപ്പെടുത്തുന്നതും അതിന്റെ ദിശ നിർണയിക്കുന്നതും അതിന്റെ ലാഭനഷ്ടങ്ങൾ കണക്കാക്കുന്നതും അതിന്റെ ഫലം കണക്കുകൂട്ടുന്നതും ഒക്കെ തന്നെ അവന്റെ വിശ്വാസവുമായിട്ട് അതിനെ ബന്ധപ്പെടുത്തിക്കൊണ്ടാണ്. അവനൊരു ശാക്കിലത്തുണ്ട്, അവന് ഒരു ജീവിത വീക്ഷണവും ഒരു നിലപാടും ഒരു ദിശാബോധവും ഉണ്ട്. സത്യനിഷേധിയും അതുപോലെയുള്ള ഒരു ശാക്കിലത്തിലാണ് നിലകൊള്ളുന്നത്. അപ്പൊ ഓരോരുത്തരും അവൻ രൂപപ്പെടുത്തിയ ഒരു ആറ്റിറ്റ്യൂഡിന്റെ അടിസ്ഥാനത്തിലാണ് പ്രവർത്തിക്കുന്നത്. ഒരാളും ജീവിതത്തെക്കുറിച്ചൊരു നിലപാട് ഫ്രെയിം ചെയ്യാതെ ഒന്നും ചെയ്യുന്നില്ല. ഒരു നിലപാട് വേണ്ട എന്നൊരു നിലപാടെങ്കിലും ഇല്ലാതിരിക്കില്ല. അപ്പോ അതൊരു നിലപാടാണ്. ജീവിതത്തോടൊരു പ്രത്യേകിച്ച് ജീവിതം എന്താണ് എന്നത് മനസ്സിലാക്കിക്കൊണ്ടുള്ള ഒരു ഉദ്ദേശപൂർവവും ദിശാബോധത്തോടു കൂടിയുള്ളതുമായ ഒരു ജീവിതം ഒന്നും വേണ്ട എന്ന് വെക്കുന്നതും ഒരു നിലപാടാണല്ലോ. അപ്പൊ അള്ളാഹു ഇവിടെ വ്യക്തമാക്കിക്കൊണ്ട് പറയാൻ വേണ്ടി ആവശ്യപ്പെടുക, കുല്ലുൻ യഅമലു അലാ ശാക്കിലത്തി, എല്ലാ ഓരോരുത്തരും തന്നെയും അവരുടെ നിലപാടും ജീവിത വീക്ഷണവും ഒക്കെ അനുസരിച്ചാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഫറബ്ബുക്കും അഅലമു ബിമൻ ഹുവ അഹ്ദാ സബീല. എന്നിട്ട് ഒരു കാര്യം കൂടി പറയാൻ വേണ്ടി അള്ളാഹു ഏൽപ്പിക്കുകയാണ്. നിങ്ങളുടെ റബ്ബ് അഅലമു ബിമൻ ഹുവ അഹ്ദാ സബീല, ആരാണ് ഏറ്റവും ശരിയായ മാർഗം അവലംബിക്കുന്നത് എന്നത് നന്നായി അറിയുന്നവനാണ്, ഏറ്റവും നന്നായി അറിയുന്നവനാണ് നിങ്ങളുടെ നാഥൻ എന്നുകൂടി അവരോട് പറയാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു ആവശ്യപ്പെടുകയാണ്. അതല്ലെങ്കിൽ അതിനെ തുടർന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പ്രഖ്യാപിക്കുന്ന തൊട്ടു മുമ്പ് പറഞ്ഞ കാര്യത്തിന് തുടർച്ചയായിട്ടുള്ള ഒരു പ്രസ്താവനയായിട്ട് അള്ളാഹു പറയുകയാണ്. രണ്ടുമാവാം. ഒന്നുകിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സമൂഹത്തോട് അങ്ങനെ പ്രഖ്യാപിക്കാനുള്ള ഒരു കാര്യമായി പറഞ്ഞതിന്റെ ഭാഗമായിട്ട് അതിനെ കാണാം. അതല്ലെങ്കിൽ ആ പ്രഖ്യാപനത്തെ തുടർന്ന്
അതിനോട് ചേർത്തുകൊണ്ട് അള്ളാഹു ഒരു പ്രസ്താവന നടത്തുന്നതായിട്ടും മനസ്സിലാക്കാം. ഭാഷാപരമായിട്ട് രണ്ടിനും സാധ്യതയുണ്ട്. കുൽ പറയുക പ്രവാചകരെ, കുല്ലുൻ യഅമലു അലാ ശാക്കിലതി, ഓരോരുത്തരും തന്നെയും അവരുടെ മാർഗങ്ങളില് അവരുടെ ജീവിത വീക്ഷണങ്ങളെ മുൻനിർത്തിക്കൊണ്ട് അവരുടെ നിലപാടുകളുടെ അടിസ്ഥാനത്തിലാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു ജീവിത നിലപാടോ ലക്ഷ്യമോ ആദർശമോ ജീവിതത്തോടുള്ള ഒരു ആറ്റിറ്റ്യൂഡോ ഒന്നുമില്ലാതെ കണ്ട് ആർക്കും ഒന്നും ചെയ്യാൻ സാധ്യമല്ല. വായ തുറക്കുന്നതോടുകൂടി ഒരു നിലപാട് ഓരോരുത്തരും വ്യക്തമാക്കിക്കൊണ്ടിരിക്കും. അത് ഒന്നുകിൽ സത്യത്തെ പിന്തുണച്ചുകൊണ്ട് അതിനോട് യോജിപ്പ് കാണിച്ചുകൊണ്ടാകാം, അല്ലെങ്കിൽ സത്യത്തോട് വിയോജിപ്പ് കാണിച്ചുകൊണ്ട് പുറംതിരിഞ്ഞു നിൽക്കുന്ന വിധത്തിലാവാം. ഇതല്ലെങ്കിൽ ഒരു നിലപാടും സ്വീകരിക്കേണ്ടതില്ല എന്ന ഒരു നിരുത്തരവാദപരമായ ഒരു നിലപാടും ആവാം. രണ്ടായാലും ഓരോരുത്തരും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് അവന്റെ ശാഖീലത്തെ അനുസരിച്ചാണ്. ഓരോരുത്തർക്കും ഒരു ശാഖീലത്തുണ്ട്, ഓരോരുത്തർക്കും ഒരു തെരഞ്ഞെടുത്ത മാർഗമുണ്ട്, ഒരു ജീവിത നിലപാടുണ്ട്, ഒരു ദിശയുണ്ട്. ആ ദിശ അനുസരിച്ചാണ് ഓരോരുത്തരും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനെ വിലയിരുത്തുന്നത് ആരാണ്? അതാണ് ആരെയും ആരുടെ കാര്യത്തിലും വിധി പ്രഖ്യാപിക്കാൻ അള്ളാഹു നമ്മളെ ചുമതലപ്പെടുത്തിയിട്ടില്ല, ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ല. അതുകൊണ്ട് ഓരോരുത്തരുടെയും അകവും പുറവും ഒരുപോലെ അറിയുന്നവനായ അള്ളാഹു, ഫറബ്ബുക്കും, നിങ്ങളുടെ നാഥൻ, അവനാണ് അലമു ബിമൻ ഹുവ അഹ്ദാ സബീല, ഏറ്റവും ശരിയായ മാർഗത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നവർ ആരാണ് എന്നത് ഏറ്റവും നന്നായി അറിയുന്നവൻ അള്ളാഹുവാണ്. നമ്മളൊരു പക്ഷേ സത്യമാർഗത്തില് നിലക്കൊള്ളുന്ന ഒരാളെ കുറിച്ച് നമ്മൾ ചില ധാരണകളിലൊക്കെ എത്തിയിട്ടുണ്ടാവണം. അയാളുടെ ശാഖീലത്ത് ഇന്നതാണ്, അതുകൊണ്ട് അത് ചെന്ന് ചേരാനിരിക്കുന്ന ലക്ഷ്യം ഇന്നതാണ് എന്നൊക്കെ നമ്മൾ ചില ഊഹങ്ങളും ധാരണകളും ഒക്കെ വെച്ച് പുലർത്തുന്നുണ്ടാവും. പക്ഷെ ആ വ്യക്തിയുടെ അകം നമ്മൾക്കറിയില്ല, അയാളുടെ പുറം മാത്രമേ നമുക്കറിയുള്ളൂ. ലാഹിറായ കാര്യങ്ങൾ വെച്ചുകൊണ്ടാണ് നമ്മൾ അത്തരം സങ്കല്പങ്ങളിലേക്ക് എത്തുന്നത്. എന്നാൽ അയാളും അള്ളാഹുവുമായുള്ള ബന്ധത്തിന്റെ യഥാർത്ഥ സ്വഭാവം എന്തായിരുന്നു എന്നത് നമുക്കറിയില്ല. നമ്മള് പ്രത്യക്ഷമായ ചില ലക്ഷണങ്ങളെ മാത്രം അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ചില ധാരണകളിലേക്ക് വരുന്നതാണ്. യഥാർത്ഥത്തിൽ വിധി കൽപ്പിക്കാൻ കഴിയുന്നവൻ അള്ളാഹു മാത്രമാണ്. കാരണം അവനാണ് ആരാണ് ഏറ്റവും അഹ്ദാസബീലായിട്ടുള്ളത്, ഏറ്റവും ശരിയായ, ഏറ്റവും സന്മാർഗ ലബ്ധിയുള്ള മാർഗം സ്വീകരിച്ചത്, ഏറ്റവും സന്മാർഗത്തോടു കൂടിയുള്ള ഒരു ജീവിത സരണി സ്വീകരിച്ചത് ആരാണ് എന്നത് ഏറ്റവും നന്നായി അറിയുന്നവൻ അള്ളാഹുവാണ്. അതുകൊണ്ട് വിധി കൽപ്പിക്കുക എന്നത് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമല്ല. ആരാണ് വിജയി, ആരാണ് പരാജയപ്പെട്ടത് എന്നതൊക്കെ പൊതു തത്വങ്ങൾ വെച്ചുകൊണ്ട് പറയുക എന്നല്ലാതെ ഒരാളുടെയും കാര്യത്തില് ആരാണ് അഹ്ദാ സബീൽ എന്ന് നമുക്ക് കൺക്ലൂസീവായിട്ട് പറയാൻ സാധ്യമല്ല. ഏറ്റവും നന്നായി അറിയുന്നവൻ ഇക്കാര്യത്തില് അള്ളാഹുവാണ് എന്ന് പറയാൻ വേണ്ടിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹുവിടെ ചുമതലപ്പെടുത്തുന്നത്. അപ്പൊ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ ലഭിക്കുമ്പോ അതില് നന്ദി രേഖപ്പെടുത്തുകയോ കൃതജ്ഞത കാണിക്കുകയോ ഒന്നും ചെയ്യാതെ അഹങ്കാരത്തോടു കൂടി തിരിഞ്ഞു പൊയ്ക്കളയുന്ന ആളുകൾ ജീവിതത്തിൽ ഒരു തിരിച്ചടിയോ വിപത്തോ നേരിടേണ്ടി വരുമ്പോ അതിൽ അങ്ങേയറ്റം നിരാശരാവുന്ന ഒരു കാഴ്ചയെ കുറിച്ചാണ് അള്ളാഹു സൂചിപ്പിക്കുകയുണ്ടായത്. അപ്പൊ രണ്ട് മാർഗം ഇവിടെ പരാമർശിക്കപ്പെട്ടു കഴിഞ്ഞു. ഒന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അനുയായികളും നിലകൊള്ളുന്ന മാർഗം. അവരെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ ഒരു അനുഗ്രഹത്തിന്റെ പേരിലും അവര് കൃതജ്ഞത കാണിക്കാതിരിക്കുന്നില്ല. അവര് നിരന്തരമായി അള്ളാഹുവിന്റെ തൃപ്തി നേടാൻ വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. അതിനുവേണ്ടി നിരന്തരമായി അള്ളാഹുവുമായുള്ള ബന്ധം സ്ഥാപിക്കാൻ ശ്രമിച്ചുകൊണ്ട് പാതിരാവില് എണീറ്റ് നിന്ന് നമസ്കരിക്കുകയും ഖുർആൻ തിലാവത്ത് ചെയ്യുകയൊക്കെ ചെയ്യുന്ന ആളുകളാണ്. അവർക്ക് അള്ളാഹുവിലുള്ള പ്രതീക്ഷയാണ് അവരെ നയിക്കുന്ന കാര്യമെങ്കിൽ
മറ്റൊരു കൂട്ടരുടെ കാര്യം, അവര് അള്ളാഹു നൽകിയ എല്ലാ മനുഷ്യർക്കും റഹ്മാൻ എന്ന നിലക്ക് നൽകിയിട്ടുള്ള ജീവിതാനുഗ്രഹങ്ങളുണ്ട്. അതിന്റെ പേരില് അതിനെ അംഗീകരിച്ചുകൊണ്ട് അള്ളാഹുവിനോട് ഒരു പരിഗണന കൊടുക്കുന്നവര് പോലുമല്ല. അങ്ങനെയുള്ള പരിഗണന കൊടുക്കുന്ന അല്ലെങ്കിൽ കൃതജ്ഞത കാണിക്കുന്ന ഒരു മനസ്ഥിതിയൊന്നും അവർക്കില്ല. അവരതില് അക്കാര്യത്തില് ആരോടെങ്കിലും കടപ്പാടുള്ളവരാകേണ്ടി വരുന്നു എന്നതിന് ഇഷ്ടപ്പെടാതെ അവര് തിരിഞ്ഞു പൊയ്ക്കളയുകയും അകന്ന് മാറി നിൽക്കുകയൊക്കെ ചെയ്യുന്ന ആളുകളാണ്. അവരെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് പിശാചിന്റെ അതേ മനസ്ഥിതിയാണ്, അഹങ്കാരമാണ്. അഹങ്കാരമാണ് പിശാചിനെ അന്ത്യനാള് വരേക്ക് അള്ളാഹുവിന്റെ ശത്രുവായി നിലകൊള്ളാൻ പ്രേരിപ്പിച്ച ഘടകം. ഇവിടെയും മനുഷ്യൻ നന്ദി കെട്ടവനായി മാറുന്നതിന്റെ ഒരു അടിസ്ഥാന കാരണം അവന്റെ ഈ അഹങ്കാരം നിറഞ്ഞിട്ടുള്ള മനസ്ഥിതിയാണ്. അപ്പോ അങ്ങനെയുള്ള ആളുകൾ പക്ഷേ ദുരിതമോ വിപത്തോ നേരിടേണ്ടി വരുമ്പോ അതിൽ അങ്ങേയറ്റത്തെ നിരാശ പൂണ്ടവനായിട്ട് മാറുന്ന ഒരു കാഴ്ചയും കാണാൻ കഴിയും. രണ്ടായാലും ഈ രണ്ട് സംഘവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പക്ഷത്ത് നിലകൊള്ളുന്നവരും എതിർപക്ഷത്ത് നിലകൊള്ളുന്നവരും രണ്ട് വിഭാഗവും അവരുടെ ശാഖീലത്തനുസരിച്ചാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ആരുടെ മാർഗമായിരുന്നു ശരി എന്നത് കൃത്യമായി അറിയുന്നവനാണ് അള്ളാഹു. അള്ളാഹുവിന് പിഴച്ചു പോകുമെന്നൊന്നും ആരും കരുതണ്ട. അള്ളാഹുവിന്റെ വജഹിനെ മുൻനിർത്തിക്കൊണ്ട് ജീവിതത്തിന്റെ ഒരു ശാഖീലത്ത് തെരഞ്ഞെടുത്ത ഒരു സംഘം ഒരു ഭാഗത്ത്, മറുഭാഗത്ത് അള്ളാഹുവിനെ ഉൾക്കൊള്ളാനോ മനസ്സിലാക്കാനോ അള്ളാഹുവിന് വഴിപ്പെടാനോ ഒന്നും കൂട്ടാക്കാതെ അഹന്തയോടുകൂടി നിലകൊള്ളുന്ന വേറൊരു വിഭാഗം. ഈ രണ്ട് വിഭാഗത്തില് ആരുടേതാണ് അഹ്ദാ സബീൽ, ശരിയായ കൂടുതൽ മെച്ചപ്പെട്ട സന്മാർഗ ലബ്ധിയുടെ അടിസ്ഥാനത്തിലുള്ള ഒരു ദിശ തെരഞ്ഞെടുത്തിരിക്കുന്നത് ആരാണ് എന്നത് ഏറ്റവും നന്നായി അറിയുന്നവൻ നിന്റെ നാഥൻ തന്നെയാണ് എന്ന് പ്രഖ്യാപിക്കാനാണ് ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു ആവശ്യപ്പെടുന്നത്. ഇന്നത്തെ സെഷൻ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഒന്ന് രണ്ട് ചോദ്യങ്ങൾ ഇന്നലെ വന്നത് പരാമർശിക്കാം. ഒരു വളരെ കുറഞ്ഞ സമയം എടുത്തോണ്ട്. പീസ് ലവിംഗ് എന്നുള്ള പ്രൊഫൈലിൽ നിന്ന് വന്നതാണ്. മുഹമ്മദ് നബിയെ വധിക്കാൻ ശ്രമിക്കും വണ്ണം വിരോധം മക്കവാസികൾക്കുണ്ടായിരുന്നു എന്നതും മുഹമ്മദ് നബി ഏറ്റവും അംഗീകാരവും ബഹുമാനവും ആദരവും നേടിയ വ്യക്തിയായിരുന്നു എന്നുള്ള മറ്റൊരു അവകാശവാദത്തിന് വിരുദ്ധമായതല്ലേ എന്നാണ് ചോദ്യം. മുഹമ്മദ് നബിയെ വധിച്ചു കളയാനും വകവരുത്താനും ഒക്കെ ഉദ്ദേശിച്ചുകൊണ്ട് സമകാലികരായ ആളുകൾ ഇറങ്ങിത്തിരിച്ചിരുന്നു എന്നത് തന്നെ അദ്ദേഹം സമകാലികർക്കിടയിൽ ആദരണീയത ഉണ്ടായിരുന്ന ആളല്ല എന്നതിനുള്ള തെളിവാണ് എന്നതാണ് അദ്ദേഹം മുന്നോട്ട് വെക്കുന്ന ആർഗ്യുമെന്റ്. ചരിത്രബോധം ഇല്ലാത്തത് കൊണ്ടുള്ള ഒരു ആലോചന മാത്രമാണിത് എന്ന് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം ചരിത്രത്തിൽ മഹത്വമുള്ളവരായിട്ട് പരിഗണിക്കപ്പെട്ട ഏത് വ്യക്തിയുടെയും ജീവിതം ഒന്ന് പരിശോധിച്ച് നോക്കിയാൽ താങ്കൾക്ക് ഇത് ബോധ്യപ്പെടും. ഈസ അലൈഹിസ്സലാം കുരിശിലേറ്റപ്പെടാൻ വേണ്ടി യഹൂദര് എടുത്തുകൊണ്ടുപോയ ആളാണ്. യഹ്യ അലൈഹിസ്സലാം വധിക്കപ്പെട്ട ആളാണ്. എന്തിന് നമ്മുടെ നാട്ടിൽ ജീവിച്ചിരുന്ന സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം കൊടുത്ത ഗാന്ധിജി പോലും അദ്ദേഹത്തെ നാട്ടുകാര് മഹാത്മാവ് എന്നാണല്ലോ വിളിക്കുന്നത്. നമ്മളൊക്കെ മഹാത്മാഗാന്ധി എന്ന് വിളിക്കുന്ന ആളാണ്. ചില മഹത്വങ്ങളൊക്കെ അദ്ദേഹത്തിന്റെ വ്യക്തിത്വത്തിൽ ഉണ്ടായിരുന്നതാണ്. അപ്പോ അത് പരിഗണിച്ചുകൊണ്ടാണ് നാട്ടില് ആളുകൾ അദ്ദേഹത്തെ മഹാത്മാവ് എന്ന് വിളിക്കുന്നത്. അദ്ദേഹം പോലും സ്വന്തം നാട്ടുകാരുടെ ക്രോധം ഏറ്റുവാങ്ങിക്കൊണ്ടാണ് മരിക്കുന്നത്. അപ്പോ നാട്ടില് തിന്മയില്ലാത്തൊരവസ്ഥയിലോ അല്ലെങ്കിൽ പൈശാചികതക്ക് യാതൊരു സ്വാധീനവും ഇല്ലാത്ത ഒരു കാലഘട്ടത്തിലോ അല്ല ഒരു മഹാനും ജീവിച്ചിട്ടുള്ളത്. അവിടെ പൈശാചികതയുടെ ആളുകളായി നിലകൊള്ളുന്നവര് തീർച്ചയായിട്ടും നന്മയും മഹത്വവും മുൻനിർത്തിക്കൊണ്ട് പ്രവർത്തിക്കുന്ന ആളുകളെ നേരിടാനും അവരെ വകവരുത്താനും നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കും. പ്രവാചകന്മാരാണ് മനുഷ്യ സമൂഹത്തില് ഏറ്റവും ഉദാത്തമായ ദൗത്യം നിർവഹിച്ച ആളുകൾ എന്നതിനാൽ തന്നെ അവരോട് ശത്രുത കാണിക്കുന്ന പൈശാചികത കൊണ്ട് നടക്കുന്ന ഒരു സംഘം ആ നാട്ടിലുണ്ടാകും. അവരതിനെ ശത്രുതയോടുകൂടി അവരെ നേരിടും. അവരെ വധിച്ചു കളയാനും നശിപ്പിച്ചു കളയാനും ഒക്കെയുള്ള ശ്രമങ്ങൾ ചെയ്തുകൊണ്ടിരിക്കും എന്നത് വളരെ സ്വാഭാവികമായ ഒരു കാര്യമാണ്. ചരിത്രത്തില് ഇത് വിരളമല്ല. ഉടനീളം ചരിത്രത്തിന്റെ
ഓരോ ഘട്ടത്തിലും ഇത്തരം സംഭവങ്ങൾ നമുക്ക് കാണാൻ കഴിയും. അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ അദ്ദേഹം ഈ ചോദ്യം മുൻകാല പ്രാബല്യത്തോടു കൂടി തന്നെ പിൻവലിച്ചോളും എന്നാണ് ഞാൻ കരുതുന്നത്. മറ്റൊന്ന് അദ്ദേഹം ഉന്നയിച്ച ഒരു കാര്യം, ഒരു ജനതയുടെ ആരാധനാമൂർത്തികളുടെ വിഗ്രഹങ്ങൾ എറിഞ്ഞുടപ്പിച്ചത് ഇന്ന് അംഗീകരിക്കപ്പെടുന്ന സാംസ്കാരിക നിലവാരത്തിന് അനുയോജ്യമാണോ? ഇതില് ഒരു ചോദ്യം, രസകരമായ ഒരു ചോദ്യം തന്നെയാണ്. ഇദ്ദേഹത്തിന്റെ ചോദ്യം കേട്ടാൽ തോന്നല് ഇദ്ദേഹത്തിന്റെ മനസ്സിലുള്ളത് ലോക മനുഷ്യ നാഗരികത ക്രമപ്രവൃദ്ധമായി ശരിയായ ദിശയിൽ അങ്ങനെ വളർന്ന് വന്ന് എല്ലാ നന്മകളും വളർന്ന് പൂത്തുലയുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് എന്നാണ്. അങ്ങനെയാണല്ലോ സങ്കല്പിക്കേണ്ടി വരിക. ചരിത്രത്തിൽ ഉത്ഥാന പതനങ്ങളില്ല, ഉയർച്ചയും താഴ്ചയും ഇല്ല. ഏറ്റവും മോശമായ പ്രാകൃതമായ അവസ്ഥയിൽ നിന്ന് അങ്ങനെ മനുഷ്യൻ പുരോഗമിച്ച് വന്ന് ഏറ്റവും ഗംഭീരമായ എല്ലാ നന്മകളും വിളഞ്ഞു നിൽക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് എന്ന പോലെയാണ് ഇദ്ദേഹത്തിന്റെ ഈ ചോദ്യം. അപ്പോ ഒരു ജനതയുടെ, നമ്മളെ ഈ കാലഘട്ടത്തില് വിഗ്രഹങ്ങള് അതുപോലെയുള്ള മറ്റ് വിഭാഗങ്ങളുടെ വിശ്വാസങ്ങളെ ആദരിക്കുക എന്നൊക്കെയുള്ള ആശയങ്ങളില് ഒക്കെ അടങ്ങിയിട്ടുള്ള ചില ചതിക്കുഴികളുണ്ട്. ഇസ്ലാം അത് അംഗീകരിക്കുന്നത് ഒരു കാരണത്താലാണ്. ഇതര മത വിഭാഗങ്ങളുടെ ആരാധനാമൂർത്തികളെ അനാദരിക്കരുത്, അല്ലെങ്കിൽ അവരെ തെറി വിളിക്കരുത് എന്ന് ഖുർആൻ പറയുന്നുണ്ട്. അതിന് പറയുന്ന കാരണം അത് സത്യമായതുകൊണ്ടല്ല, ആ പൂജിക്കപ്പെടുന്ന വിഗ്രഹങ്ങൾ സത്യമായതുകൊണ്ടോ അത് സത്യത്തെ പ്രതിനിധാനം ചെയ്യുന്നത് കൊണ്ടോ ഒന്നുമല്ല. മറിച്ച് യഥാർത്ഥ നാഥനായ മനുഷ്യന്റെ ദൈവത്തിന് മനുഷ്യൻ അറിവില്ലാതെ തെറി വിളിക്കുന്ന ഒരവസ്ഥ ഉണ്ടാകും. അതുകൊണ്ട് മാത്രമാണ് വിവരം കെട്ടവര് അള്ളാഹുവിനെ തെറി വിളിക്കാൻ അത് കാരണമാകും. ആ കാരണത്താലാണ് അള്ളാഹു അത് വിലക്കിയിട്ടുള്ളത്. യഥാർത്ഥത്തിൽ ആദരവും ബഹുമാനവും ഒക്കെ അർഹിക്കുന്നത് അള്ളാഹുവാണ്. ഈ വിഗ്രഹങ്ങളോ അല്ലെങ്കിൽ ഈ പൂജാവസ്തുക്കളോ ഒന്നും ആദരവ് അർഹിക്കുന്നതല്ല. അതിന്റെ ആരാധകര് അതിനെ പൂജിച്ചുകൊണ്ടിരിക്കുന്നത്, അവർക്ക് അതിനോട് ആരാധനയുണ്ടാവുന്നത് ശരിയായ ഒരു കാര്യമല്ല, തെറ്റാണത്. തെറ്റായിരിക്കെ തന്നെ അതിനെ തെറി വിളിക്കരുത് എന്ന് പറഞ്ഞതിന്റെ കാരണം, അങ്ങനെയുള്ള അതിനെ പിന്തുടരുന്ന ആളുകള് അറിവില്ലായ്ക കാരണമായി യഥാർത്ഥ റബ്ബ്, യഥാർത്ഥ മനുഷ്യന്റെ യഥാർത്ഥ ദൈവത്തെ തെറി വിളിക്കാൻ അവർ പ്രേരിതരാകും എന്നതുകൊണ്ടാണ്. അതാണ് അതിൽ വളരെ വ്യക്തമായിട്ട് ഖുർആൻ നമുക്ക് വരച്ചു കാണിച്ചു തരുന്ന കാര്യം. അപ്പോ നമ്മൾ എത്തി നിൽക്കുന്നത് ഇതൊക്കെ എല്ലാറ്റിനെയും അക്കോമഡേറ്റ് ചെയ്യുന്ന, എല്ലാ അബദ്ധങ്ങളെയും സത്യമായി ഉയർത്തി കാണിക്കാൻ എല്ലാവർക്കും സ്വാതന്ത്ര്യമുണ്ട് എന്നൊരവസ്ഥ നിലനിൽക്കുന്ന ഒരു സമൂഹം. ഇത് വെറും കടലാസിൽ മാത്രമുള്ള ഒരു അവസ്ഥയല്ലേ. അത് ചില വിധ്വംസക ശക്തികൾക്ക് അത്തരം സാഹചര്യങ്ങളെയോ അവസ്ഥകളെയോ പ്രയോജനപ്പെടുത്താൻ കഴിയുന്നു എന്നത് ഒഴിച്ചു നിർത്തിയാൽ എല്ലാവർക്കും ഈവൺ ഹാൻഡഡ് ആയിട്ട് നടപ്പിലാക്കപ്പെടുന്ന ഒരു നീതിയല്ല ഒരു സമൂഹത്തിലും ഇത്. അതുകൊണ്ടാണ് നിരന്തരമായി നമ്മുടെയൊക്കെ ചുറ്റുപാടുകളിൽ അത്തരം വിഷയങ്ങളിൽ നിരന്തരമായി സംഘർഷങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഒരു സമൂഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ ദൂതൻ എന്നുള്ള നിലക്ക് മക്കയിലെ ആ ബഹുദൈവാരാധകരുടെ സമൂഹത്തിലേക്ക് ഒരു ദൗത്യം നിർവഹിക്കാൻ വേണ്ടി കടന്നു വന്നിട്ടുള്ളത് തന്നെ ഈ വിഗ്രഹാരാധനയുടെയൊക്കെ പൊള്ളത്തരം വെളിപ്പെടുത്തി കൊടുത്തുകൊണ്ട് ജനങ്ങളെ ഉത്ബുദ്ധരാക്കുന്നതിന് വേണ്ടിയാണ്. ആ പ്രവർത്തനം പൂർത്തീകരിച്ച് അതിന്റെ വിജയം നേടിയ ഒരു ഘട്ടത്തില് ആ ആളുകൾ തന്നെ അതിനെ തച്ചുടക്കുന്നതിലേക്ക് പോയി എന്നതാണ് വസ്തുത. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് നിർദ്ദേശം കൊടുക്കും. കാരണം ആ സമൂഹം അതിന് പാകപ്പെട്ടിട്ടുണ്ട്, അവർക്കത് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് അവർ സ്വന്തം കൈകൾ കൊണ്ട് ഉണ്ടാക്കി പൂജിച്ചിരുന്ന വിഗ്രഹങ്ങളെ സ്വന്തം കൈകൾ കൊണ്ട് തന്നെ തകർത്തെറിയാൻ അവര് സന്നദ്ധരായിട്ടുള്ളത്. പക്ഷെ അതിന് പാകപ്പെടാത്ത, മാനസികമായിട്ട് പാകപ്പെട്ടിട്ടില്ലാത്ത ഒരു സമൂഹത്തിൽ അങ്ങനെ നടപ്പിലാക്കാൻ വേണ്ടി ഇസ്ലാം ആവശ്യപ്പെടുന്നില്ല. അത് ദൈവമാണ് എന്ന് സങ്കല്പിച്ചുകൊണ്ട് അത് പൂജിച്ചുകൊണ്ട് നടക്കുന്ന ആ അബദ്ധം നിരന്തരമായി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തില് ആരുടെയെങ്കിലും ആരാധ്യരായി നിലകൊള്ളുന്ന വിഗ്രഹങ്ങളെ തച്ചുടക്കാൻ ഇസ്ലാം നിർദ്ദേശിച്ചിട്ടില്ല. അത് മനസ്സിലാക്കേണ്ടതുണ്ട്. ഇവിടെ വിഗ്രഹാരാധകരായിരുന്ന ആ മക്കയിലെ സമൂഹം സത്യം മനസ്സിലാക്കി സത്യം പിൻപറ്റുന്നവരായി മാറിയതിനു ശേഷം
അവരുടെ മനസ്സുകളിൽ നിന്ന് പിഴുതു മാറ്റിയ വിഗ്രഹങ്ങളെ അവരിപ്പോ കഅബാലയത്തിൽ നിന്ന് കൂടി എടുത്ത് എറിഞ്ഞ് ഉടയ്ക്കുകയാണ് എന്നതാണ് ചരിത്ര വസ്തുത. അതുകൊണ്ട് അങ്ങനെ ഒരു സംഭവം ഉണ്ടായി എന്നുള്ളത് എല്ലാ കാലത്തും പിന്നീട് ഒരു തലമുറ വന്നിട്ട് അവര് വിഗ്രഹങ്ങളെ പൂജിച്ചോട്ടെ എന്ന വിധത്തില് ആ വിഗ്രഹങ്ങൾ എടുത്ത് സംരക്ഷിച്ചു വെക്കുകയായിരുന്നു വേണ്ടിയിരുന്നത്. വിഗ്രഹങ്ങൾ അബദ്ധമാണ് എന്ന് പഠിപ്പിക്കാൻ വന്ന പ്രവാചകൻ ആ വിഗ്രഹങ്ങളെ മ്യൂസിയത്തിലേക്ക് എടുത്ത് മാറ്റിവെച്ച് ഭദ്രമായി സൂക്ഷിക്കുകയും നൂറ്റാണ്ടുകൾക്ക് ശേഷം പല വിഗ്രഹാരാധകരും രംഗത്ത് വരും, അന്നേരം അവര് പൂജിക്കട്ടെ എന്നുള്ള നിലക്ക് എടുത്ത് സൂക്ഷിച്ചു വെക്കുകയാണോ വേണ്ടിയിരുന്നത്? വിഗ്രഹങ്ങൾ അബദ്ധമാണ് എന്ന് പഠിപ്പിക്കാൻ വേണ്ടിയാണ് ഈ പ്രവാചകൻ വന്നിട്ടുള്ളത് എന്ന് മനസ്സിലാവുമ്പോൾ കാര്യങ്ങളുടെ നിജസ്ഥിതി ഉൾക്കൊള്ളാൻ സാധിക്കും. അധികാരം കയ്യിലെത്തിയപ്പോൾ സമ്മർദ്ദവും ഭീഷണിയും ഉപയോഗിച്ച ആ ജനതയെ കൊണ്ട് അവർ പൂജിച്ചിരുന്ന വിഗ്രഹങ്ങളെ എറിഞ്ഞ് ഉടപ്പിച്ച് എന്ന് പറയുന്നതല്ലേ ശരി എന്ന്. അധികാരം ഉണ്ടെങ്കിലേ അതൊക്കെ കഴിയുള്ളൂ. പക്ഷെ അത് ശരിയായൊരു സംഗതിയാണ്. അബദ്ധം ജനങ്ങള് കയ്യൊഴിയുകയും സത്യത്തിലേക്ക് വരികയും ചെയ്യണം എന്നത് ബോധ്യപ്പെടുത്താനും അതിന് നേതൃത്വം കൊടുക്കാനും ഒക്കെയാണ് ഈ പ്രവാചകൻ നിയോഗിക്കപ്പെട്ട് വന്നിട്ടുള്ളത്. അധികാരമുണ്ടാവുന്ന ഒരു ഘട്ടം എത്തുകയും ആ നാട്ടിലെ ആളുകള് മുഴുവനായും തന്നെ സത്യം ഉൾക്കൊള്ളുകയും ചെയ്തുകൊണ്ടുള്ള ഒരു സമ്പൂർണമായ പരിവർത്തനം ഉണ്ടാവുന്ന ഘട്ടത്തില് തീർച്ചയായിട്ടും അതിലെന്താണ് കുഴപ്പം? മണ്ണും ലോഹവും ഒക്കെ ആയിട്ടുള്ള സാധനങ്ങളാണത്. ആർക്കിനിയും ലോകാവസാനം വരെ എത്ര വിഗ്രഹം വേണമെങ്കിലും ഉണ്ടായിക്കൂടെ? അതിന് വേണ്ട ലോഹവും മണ്ണും ഒക്കെ ഇവിടെ ഇല്ലേ? എത്ര വേണമെങ്കിലും ഉരുട്ടി ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. ആർക്കും എത്രയും ഉണ്ടാക്കാം. ഇപ്പൊ തന്നെ ബാബരി മസ്ജിദില് സ്വയംഭൂവായ വിഗ്രഹമല്ലല്ലോ അവിടെ പ്രതിഷ്ഠിക്കപ്പെടാൻ പോകുന്നത്. ആ സ്വയംഭൂവായ വിഗ്രഹത്തിനെ ആരാധിക്കാൻ വേണ്ടിയാണ് പള്ളിയിൽ നമസ്കാരം നിർത്തിവെപ്പിച്ച് അവിടെ പൂജാരിയെ അവരോധിച്ചതൊക്കെ തന്നെ. എന്നിട്ടിപ്പോ ആ വിഗ്രഹം എവിടെ പോയി? വേറൊരു വിഗ്രഹം വില കൊടുത്ത് വാങ്ങുകയോ ഉണ്ടാക്കിക്കുകയോ ഒക്കെ ചെയ്തുകൊണ്ടാണ് അവിടെ പ്രതിഷ്ഠിക്കാൻ പോകുന്നത്. അപ്പോ മനുഷ്യന് വിഗ്രഹാരാധന ചെയ്യണം എന്ന് തോന്നുന്ന ഘട്ടത്തില് അത് ചെയ്യുന്നതിന് ഇവിടെ യാതൊരു തടസ്സവും ഇല്ല. അതിവിടെ ലോഹമുണ്ട്, മണ്ണുണ്ട്, കല്ലുണ്ട്, എല്ലാം മരവും എന്ത് വേണമെങ്കിലും ഉപയോഗിച്ചുകൊണ്ട് അതൊക്കെ ഉണ്ടാക്കിയിട്ട് അത്തരം സംഗതികളിലേക്ക് മനുഷ്യന് പോകാൻ കഴിയും. ചരിത്രത്തിൽ പലതവണ ഇത് സൈക്ലിക്കലായിട്ട് മനുഷ്യനെ ആവർത്തിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. പക്ഷെ അത് മഹാ അബദ്ധമാണ് എന്ന് പഠിപ്പിക്കാനാണ് പ്രവാചകന്മാർ വന്നിട്ടുള്ളത്. ആ പ്രവാചകന്റെ ദൗത്യം പൂർത്തീകരിക്കുന്നതിന്റെ ഭാഗമായി അങ്ങനെയൊക്കെ സംഭവിക്കും. അതിലെന്താ കുഴപ്പം? പിന്നെ ഇപ്പോ നമ്മൾ എത്തി നിൽക്കുന്ന ഭരണഘടന, സ്വാതന്ത്ര്യം, ജനാധിപത്യം, മതേതരത്വം ഒക്കെ പോലെയുള്ള ആശയങ്ങളുടെ ഒരു സംഗതിയാണ്, ഒരു തലമാണ് മനുഷ്യ നാഗരികതയുടെ ക്ലൈമാക്റ്റിക് പോയിന്റ്, ഏറ്റവും അത്യുന്നതമായ അവസ്ഥ എന്നൊക്കെയാണ് നിങ്ങളുടെ ധാരണയെങ്കിൽ അത് പുനഃപരിശോധിക്കാവുന്നതാണ്. വസ്തുതയുടെ അടിസ്ഥാനത്തിൽ ചരിത്രബോധത്തോടു കൂടി അതിനെ നിങ്ങൾക്ക് വീണ്ടും പുനരാലോചിക്കുകയോ വിലയിരുത്തുകയോ ഒക്കെ ചെയ്യാം. ഇനി പീസ് ലവിംഗ് എന്നുള്ള പ്രൊഫൈലിൽ നിന്നുള്ള മറ്റൊരു ചോദ്യം, ഇതൊക്കെ ഇന്ന് ന്യായീകരിക്കുന്നത് ശരിയാണോ എന്നാണ്. ഖുർആനിൽ വിശ്വസിക്കുന്ന ആളുകള് ഈ പറഞ്ഞ കാര്യങ്ങളെ ന്യായീകരിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല. ഖുർആൻ ഹക്കാണെന്ന് ബോധ്യപ്പെടുന്നുണ്ടോ ഇല്ലേ എന്നുള്ളത് മാത്രമാണ് അതിലെ വിഷയം. ഖുർആൻ സത്യമാണ് എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടുമ്പോൾ നിങ്ങളും അത് പറയുന്ന ആ നിലപാട് സ്വീകരിക്കുന്ന ആളായി മാറും. അല്ലാത്തിടത്തോളം നിങ്ങൾ ഇത്തരം ചോദ്യങ്ങളുമായിട്ട് കഴിഞ്ഞുകൂടുകയും ചെയ്യും. അപ്പോ പീസ് ലവിംഗ് എന്നുള്ള മറ്റൊരു ചോദ്യം, ഭരണകൂടത്തിന്റെ ബലം ഇല്ലെങ്കിൽ ഇന്നും മതത്തിന് വഴിപ്പെട്ട് ജീവിക്കുന്നവരുടെ എണ്ണം വളരെ കുറവായിരിക്കും എന്നല്ലേ ഇറാനിലെ ജനങ്ങളുടെ പ്രതിഷേധങ്ങൾ സൂചിപ്പിക്കുന്നത്? ഈ ചോദ്യം ഉന്നയിക്കുന്ന പീസ് ലവിംഗ് മതത്തിൽ വിശ്വാസമുള്ള ആളാണോ അല്ലേ എന്നുള്ളത് എനിക്കറിയില്ല. എന്തായാലും അദ്ദേഹം വിഗ്രഹങ്ങളിലൊക്കെ വലിയ വിശ്വാസമുള്ള വിധത്തിലാണ് നേരത്തെ പല ചോദ്യങ്ങളും ചോദിച്ചു കണ്ടിട്ടുള്ളത്. അതിരിക്കട്ടെ. എന്തായാലും ഭരണകൂടത്തിന്റെ പിൻബലം ഉണ്ടാകുമ്പോൾ ഒരു സാമൂഹ്യ രാഷ്ട്രീയ ക്രമം മതത്തിന്റെ അടിസ്ഥാനത്തിൽ, ദൈവികമായ മാർഗദർശനത്തിന്റെ അടിസ്ഥാനത്തിൽ നിലവിൽ വരും. അതിന്റെ അർത്ഥം അതിനെതിരെ നിലപാടെടുക്കുന്ന, വിശ്വാസപരമായി അതിൽ നിന്ന് അകന്നു പോകുന്ന ആളുകൾ അവിടെ ആരും ഉണ്ടാവില്ല എന്നല്ല. ഇറാനിലുണ്ട്, സൗദി അറേബ്യയിൽ ഞാൻ കണ്ടിട്ടുണ്ട്, അത്തരം ആളുകളുണ്ട്. എല്ലാ മനുഷ്യന് അള്ളാഹു നൽകിയ സ്വാതന്ത്ര്യത്തിന്റെ ഫലമായിട്ട്, ബുദ്ധിപരമായ തെരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം നൽകപ്പെട്ടതിന്റെ ഫലമായിട്ടാണ് അത് സംഭവിക്കുന്നത്. അത് എല്ലാ നാടുകളിലും വിശ്വാസം ഇല്ലാത്ത അല്ലെങ്കിൽ പല താല്പര്യങ്ങൾ കാരണമായിട്ടും വിശ്വാസത്തിന്റെ മാർഗത്തിൽ നിന്ന്
മാറി നിൽക്കുന്ന പല ആളുകളെയും കാണാൻ സാധിക്കും. ഇറാനിലും കുറച്ചൊക്കെ അങ്ങനെയുണ്ട്. അവരാണ് ഈ പടിഞ്ഞാറിന്റെ സ്വാധീന വലയത്തിൽ പെട്ടിട്ട് പലപ്പോഴും ഇറാനിൽ ചില പ്രക്ഷോഭങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് കാണുന്നത്. പടിഞ്ഞാറൻ സംസ്കാരത്തിന് പിന്തുണ കൊടുത്തുകൊണ്ട് അല്ലെങ്കിൽ അതിനെ ഉയർത്തിപ്പിടിച്ചുകൊണ്ടൊക്കെയുള്ള നിലപാടുകൾ ഒക്കെ അങ്ങനെ പല ഇറാനിയൻസും അതുപോലെ അഫ്ഗാനിസ്ഥാനിൽ നിന്നുള്ള ആളുകളും ഒക്കെ അമേരിക്കയിൽ പോയി ജീവിക്കുന്നതും അവിടെ സാഹിത്യ രചന നടത്തുന്നതും ഒക്കെ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ. അപ്പൊ അത് മനുഷ്യന്റെ സ്വാഭാവികമായ ഒരു തെരഞ്ഞെടുപ്പാണത്. മനുഷ്യന് ഹഖിന്റെ മാർഗം തെരഞ്ഞെടുക്കാൻ കഴിയുന്ന പോലെ തന്നെ ബാത്തിലിന്റെ മാർഗവും തെരഞ്ഞെടുക്കാൻ കഴിയും. അപ്പോ ഒരു ഇസ്ലാമിക സമൂഹം നിലവിൽ വരികയും ഒരു രാഷ്ട്രീയ സാമൂഹ്യ ക്രമം അവിടെ നിലവിൽ വരികയും ചെയ്യുമ്പോൾ സമൂഹത്തിന്റെ മേൽ ചില നിയന്ത്രണങ്ങളൊക്കെ ഉണ്ടാകും. അത് ആ സമൂഹത്തിന്റെ വ്യവസ്ഥയാണ് എന്നതാണ്. അത് നമ്മളെ നാട്ടിലും ഇല്ലേ, നമ്മൾ സ്വീകരിച്ച ചില മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിൽ ചില നിയന്ത്രണങ്ങളൊക്കെ ഇവിടെ ഭരണഘടനാപരമായിട്ട് തന്നെ നടപ്പിലാക്കപ്പെടുന്നുണ്ടല്ലോ. അത് സ്വാഭാവികമാണ് എന്ന് കരുതിയിട്ട് അത്തരം ആശയക്കാർ ഇവിടെ ഇല്ലാതാവണമെന്നില്ലല്ലോ. ഭരണഘടനയിൽ പറയുന്ന ചില മൂല്യങ്ങളോട് വിയോജിപ്പുള്ള എത്രയോ ആളുകൾ ഇവിടെ ജീവിക്കുന്നുണ്ട്. അവര് പലപ്പോഴും അവരുടെ ശബ്ദം ഉയർത്തുന്നുണ്ട്. അവര് പലപ്പോഴും അത്തരം സാഹചര്യങ്ങളെ നേരിടുന്നുണ്ട് എന്നൊക്കെ നമ്മൾ കാണുന്നതാണ്. അപ്പൊ ഒരു വ്യവസ്ഥയിലും 100% ആളുകളും പൂർണ്ണമായിട്ട് അതിന് പിന്തുണ കൊടുത്തുകൊണ്ട് നിൽക്കുന്നവരായിക്കൊള്ളണം എന്നില്ല. ജനാധിപത്യത്തിലും അതില്ല, മതേതരത്വത്തിലും അതില്ല, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വ്യവസ്ഥ ലോകത്തുണ്ടെങ്കിൽ അവിടെയും അതുണ്ടാവില്ല. മനുഷ്യന്റെ തെരഞ്ഞെടുക്കാനും ചിന്തിക്കാനും ഒക്കെയുള്ള സ്വാതന്ത്ര്യത്തിന്റെ ഫലമായിട്ട് വ്യത്യസ്തമായ അഭിപ്രായങ്ങളൊക്കെ ഉണ്ടാകും. അത് സ്വാഭാവികമാണ്. ചില ഭരണകൂടങ്ങള് അത് പരിമിതമായി നിയന്ത്രിക്കുന്നുണ്ടാവും. ചില ഭരണാധികാരികൾ അത് കൂടുതലായിട്ട് നിയന്ത്രിക്കുന്നുണ്ടാവും. ചിലര് വളരെ ടോട്ടലിറ്റേറിയൻ ലൈനിലേക്ക്, ഇപ്പൊ ഹിറ്റ്ലറൊക്കെ ലോകത്തെ നിയന്ത്രിച്ചിരുന്ന പോലെ നിയന്ത്രിക്കാൻ വേണ്ടി ഇറങ്ങി പുറപ്പെടുന്നവരൊക്കെ ഉണ്ടാവും. പക്ഷെ മുസ്ലിം ഭരണാധികാരികളെ സംബന്ധിച്ചിടത്തോളം അവര് ഓരോ വിഷയത്തെയും എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നതിന് വ്യക്തമായ മാർഗദർശനം ഖുർആനിലും സുന്നത്തിലും ഉണ്ട്. അതനുസരിച്ചേ അവർ ചെയ്യേണ്ടതുള്ളൂ. അതനുസരിച്ച് ചെയ്യുന്നത് ശരിയും അതിനപ്പുറത്തേക്ക് ചെയ്യുന്നത് തെറ്റുമാണ്. അത് ആര് ചെയ്യുന്നതായാലും. ഞാനൊരു വിഷയത്തെക്കുറിച്ചും പറയല്ല, ഇറാനെ കുറിച്ചുമല്ല ഞാൻ പറയുന്നത്. അത് നിങ്ങൾ ഏത് വിഷയം വെച്ചുകൊണ്ടാണ് ഇറാനെ കുറിച്ച് പറയുന്നത് എന്ന് പറഞ്ഞിട്ടില്ലാത്തത് കൊണ്ട് തന്നെ അക്കാര്യത്തിൽ എനിക്ക് നിലപാടെടുക്കാനും കഴിയുകയില്ല എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് അവസാനിക്കുകയാണ്. ജനങ്ങളുടെ പ്രതിഷേധം ഉണ്ടാവും എന്നുള്ളത് ആരാണ് നിഷേധിക്കുന്നത്? ഏത് സാഹചര്യത്തിലും ജനങ്ങളെ എതിർപ്പുകാരായിട്ടൊക്കെ ഉണ്ടാവും. പിശാച് വളരെ സജീവമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ ഏത് നന്മയിൽ അധിഷ്ഠിതമായി സ്ഥാപിതമായ വ്യവസ്ഥിതിയെയും തകർത്തെറിയുന്ന, അതിനെ തകിടം മറിക്കുന്നതിന് വേണ്ടിയുള്ള നിരന്തര ശ്രമങ്ങള് പിശാച് നടത്തിക്കൊണ്ടിരിക്കും. പിശാചിന്റെ ആ പണി ഏറ്റെടുത്ത് ചെയ്യുന്ന മനുഷ്യരും സമൂഹത്തിൽ ഉണ്ടാകും. അതില് സംശയമൊന്നുമില്ല. അപ്പൊ ഞാൻ ഇന്നത്തെ സെഷൻ അവസാനിപ്പിക്കുകയാണ്. വാഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വാഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.